പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യും. ആര്യന്തരോട് ഒരു 10,000 രൂപ കടം വാങ്ങി. എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം. പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ? ഞാൻ ഇവിടെ നിൽക്കും. കുഷിയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അതറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവരോട് ഇത്രയേറെ പറയുന്നത്? പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ. ആ, നിന്റെ മോളല്ലേ? താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അകത്ത് പോയി 2 കസേര എടുത്തോണ്ടെന്ന് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ, എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കൊലപ്പുള്ളിയാ. 2 എണ്ണത്തിനെ തട്ടിയവനാ. 3ാമത്തേന് നോക്കി നടക്കുക. കേട്ടോ ബാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ ബാലേട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ് നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞ്. കേട്ടോ ബാലേട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്. ഒന്ന് വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വരി കിട്ടും. വാ 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 വാ. ആ വേയ് രാജാ വേയ്. 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. വാ 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 വാ, നോക്കി നിൽക്കാറ. വാ വേയ് വേയ് വേയ്. ആ വേയ് രാജാ വേയ്. ബൈ. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്കാം. അമ്മയും മോളും തനിച്ചുള്ള ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനെ ആ മാതാമ്മയുടെ കാണിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. റപ്പായി ഇവിടെ. ഞാൻ എല്ലാ കൊല്ലം ഇവിടെ കിലുക്കിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവ് ഇവണൊന്നും പേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? നമ്മുടെ ഒരു നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈയുടെ അളവൊന്ന് നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. നിന്റെ കയ്യൊക്കെ നീ ഉരുകിപ്പോവോ? പിന്നെ റപ്പായി പിടിച്ചാ പിടിച്ചു തന്നെ. കയ്യിലോട്ടോ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. വീട്ടിലെ നീ എന്ത് ചെയ്യും? മോന് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവനെന്റെ മോടെ മാനം കെടുത്തിയേനെ. നിങ്ങളോട് ആണുങ്ങളാരുമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്ത്?
ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. മാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണിയരാം. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ. കുഞ്ഞിനെന്ത് പരിചയമുണ്ടാ? അമ്മച്ചൊന്ന് ചുമ്മായിരി. 10 ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. അമ്മായി എന്ത് പറയും? ഓ ശരി. പിന്നെ കുമ്പാരി, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ? കുളിക്കാൻ അപ്പുറത്ത് മറപ്പരയുണ്ട്. ഈ മേരിക്കുട്ടിയെ എന്താ ചേച്ചാ? കുളിക്കാൻ ഇച്ചിരി വെള്ളം കോരി വയ്ക്ക്. കുളി കഴിഞ്ഞിട്ട് ഉടുക്കാം. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, എന്നതാടാ? അലക്കിട്ടിരിക്കുന്ന തോർത്തിങ് എടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കന് കുടിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പോഴൊന്നും വേണ്ട. ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉപഷാപ്പ്. നല്ല ഒന്നാം തരം കള്ളു കിട്ടും. ചമ്മണ മേടിച്ചോണ്ട് വരാം. വേണ്ട ജോസ്, വേണ്ട. ഞാനിനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ 2 ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? അല്ല, വേണ്ട. മണി 10 ശാന്തമ്മേ. ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, 2ലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസാ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ വത്തിന്റെ മകളെ പ്രസവത്തിന് പോയത്. കൊച്ചു തല തിരിഞ്ഞ് അകത്ത് കിടന്നത് നേരെ ആക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യമായി. അയ്യോ, എല്ലാവരും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം വിളി. തങ്കമ്മ, ഇരിക്കൂ. എന്താ? ഇവക്കൊരു പല്ലുവേദന. ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മേ, ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. മമ്മൂക്കാക്ക് ചമ്പക്കച്ചോടാ. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പക്കാണ്. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ
ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ വെക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, ഒരു 10 രൂപ കാശ് കണ്ട്. മോനൊരു കുറവില്ല. നമ്മളെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെയുണ്ട് കല്ലുകുട്ടി? ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിയിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തത്. ജോസേ, ഇച്ചിരി കടലാസം പെൻസിൽ തന്നെ. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലേക്ക് എടുത്താൽ. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേരും. അല്ല, സാറിന് മരുന്ന് കുറിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുത്തു. കാശ് വേണ്ട? അത് ഞാൻ മറന്നു. മോനെന്ത് പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരൻ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളാന്നാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കയ്യിൽ കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ വെക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. ഒരു മേലിക്കട്ടെ, ഇപ്പൊ എന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. കാറ്റുണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ, ബാബു സാറോ? വേണ്ട വേണ്ട, കടൽ ചുരക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്. ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ഇപ്പൊ മനസ്സിലായില്ലേ? സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് കിടപ്പൊരു വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കിയാട്ടെ. എത്ര ആളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടാണോ? കുറച്ച് താപ്പോട്ട്. അവിടെ. ഇതെന്താ മമ്മൂക്ക, കടപ്പുറം ആശുപത്രിയാക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്ന് നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, തലവലിക്ക് വെച്ച് പിടിച്ചോ.